ഇനി പത്തനംതിട്ടയിലേക്ക് വരാം. അവിടെ നിരണത്ത് വലിയ ആശങ്ക ഉയർത്തിയ കാര്യത്തിൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. അതായത് താറാവുകളെ കൊന്നു തുടങ്ങി. സർക്കാർ ഫാമിന് പുറത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് താറാവുകളെ കൊല്ലുന്നത്. സി കെ അഭിലാൽ വിവരങ്ങൾ വേണ്ട. അഭിലാൽ, ഏകദേശം ഒരു 4500 മറ്റോ അല്ലേ താറാവുകളെ കൊല്ലേണ്ടി വരുമെന്നായിരുന്നു കണക്കെന്ന് തോന്നുന്നു. എത്ര സമയമെടുക്കും? ആ ഒരു കൃത്യമായ ഏരിയയ്ക്കുള്ളിൽ നിന്ന് ഈ രോഗം പടരില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 11-ാം വാർഡിലെ 2 കർഷകരുടെ താറാവുകളിലാണ് ഏറ്റവും ഒടുവിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെട്ടത്. മാത്യു എബ്രഹാം, അതോടൊപ്പം തന്നെ മനോജ് എന്നീ 2 കർഷകരുടേതായി ആ മേഖലയിൽ 10,000-നടുത്ത് താറാവുകൾ ഉണ്ട്. ഇവനെ കൊല്ലുന്ന പ്രവർത്തനങ്ങൾ രാവിലെ 9 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക RRT സംഘം, 20-അംഗ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഘട്ടം ഘട്ടമായി മുഴുവൻ താറാവുകളെയും കൊന്ന് കത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ദിവസത്തെ സമയം വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേതൃത്വം നൽകുന്നതിൽ ഗ്രാമപഞ്ചായത്തിനും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് സർക്കാർ ഫാമിനുള്ള നഷ്ടപരിഹാരവും കൂടി വേഗത്തിൽ കിട്ടുമോ? ഏറെക്കുറെ 300 രൂപയ്ക്കടുത്ത് ഒരു താറാവ് ചാവുന്നതോടുകൂടി അല്ലെങ്കിൽ അതിനെ കൊന്നു കത്തിക്കുന്നതോടുകൂടി കർഷകന് നഷ്ടമുണ്ടാകും. പക്ഷെ അത്രത്തോളം നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് ലഭ്യമാകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് കൂട്ടത്തോടുകൂടി താറാവുകളെ കൊന്നു കത്തിക്കുന്ന സാഹചര്യത്തിൽ ആനുപാതികമായ ഒരു നഷ്ടപരിഹാരം ലഭ്യമാകും. ഇതിനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പ് കൂടി ഇടപെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പഞ്ചായത്ത് തലത്തിൽ ധാരണയായിട്ടുള്ളത്. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.